أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا إلى آخر الآية صدق الله العلي العظيم والصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ആദരണീയരായ ത്വാഹ തങ്ങളവറുകൾ, മറ്റു ഉസ്താദുമാർ, ഏറ്റവും പ്രിയങ്കരരായ പ്രവാസി കുടുംബ അംഗങ്ങളെ, അല്ലാഹു ഈ നല്ല മജ്ലിസിൽ ഒത്തുകൂടിയതുപോലെ കുടുംബസമേതം സ്നേഹജനങ്ങൾ ഒന്നിച്ച് സുഖലോക സ്വർഗത്തിലിരിക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നിങ്ങളെല്ലാം ഈ പ്രത്യേക കാലാവസ്ഥയിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഈ മഹത്തായ സഭ ലക്ഷ്യം വെച്ചു യാത്ര ചെയ്തു എന്നത് തന്നെ നിങ്ങളെ എത്ര സ്വാഗതം ചെയ്താലും നന്ദി പറഞ്ഞാലും മതിയാകാത്ത ഒരു സേവനവും ഒരു ഇബാദത്തുമാണ്. ഒരു നാട്ടിൽ നിന്ന് ഒരാൾ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്തു. അദ്ദേഹത്തിന് അവിടെയുള്ള ദീനിയായ ബന്ധവും അല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇല്ല. അങ്ങനെയാണ് അയാൾ യാത്ര ചെയ്യുന്നതെങ്കിൽ എത്ര ദൂരം യാത്ര ചെയ്യുന്നുവോ അതിൻ്റെ 10 ഇരട്ടി അദ്ദേഹം നരകത്തിൽ നിന്ന് ദൂരെ പോവുകയും അത്രയും 10 ഇരട്ടി അയാൾ സ്വർഗത്തിലേക്ക് അടുക്കുകയും ചെയ്യുമെന്നാണ് ഹദീസ് പണ്ഡിതന്മാർ നമുക്ക് ഹദീസ് വെച്ചുകൊണ്ട് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. നല്ല കാര്യത്തിലേക്ക് ഒരാൾ നടക്കുക, നല്ല കാര്യത്തിലേക്ക് ഒരാൾ യാത്ര ചെയ്യുക, ആ യാത്രയെ സംബന്ധിച്ച് എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? ലികുല്ലി ഖത്വത്തിൻ ഹസന, ഓരോ ചവിട്ടടിക്കും നന്മയുണ്ട്. എങ്ങനെയാണ് ആ നന്മയുടെ തോത് നമുക്ക് മനസ്സിലാകുക? ഉദാഹരണത്തിന് വീട്ടിൽ നിന്നിറങ്ങി അടുത്ത പള്ളിയിലേക്ക് ജമാഅത്തിന് നടക്കുക, ഹജ്ജിന് യാത്ര ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യാത്ര ചെയ്യുക. ഓരോ ചവിട്ടടിക്കും റഹ്മത്ത്. അതെങ്ങനെയാണ്? ഇടത് കാൽ വെച്ചപ്പോൾ ഒരു 100 അടി നടക്കാനുള്ള പള്ളിയിലെ ജമാഅത്തിന് നടക്കുക. അപ്പോൾ 50 അടി ഒരു കാല് വെച്ചു, 50 അടി ഒരു കാല്. ഇടത് കാൽ 50 അടി വെച്ചപ്പോൾ 50 അടി, അതിന് 1-ന് 10, 500 അടി നരകത്തിൽ നിന്ന് ദൂരെ പോയി. വലത് കാൽ 50 അടി വെച്ചപ്പോൾ 500 അടി സ്വർഗത്തിലേക്ക് അടുത്തു. ദിവസവും 5 നേരം പള്ളിയിലേക്ക് ജമാഅത്തിന് 100 അടി നടക്കുന്ന ആൾ ഓരോ ദിവസവും നരകത്തിൽ നിന്ന് എത്ര ദൂരെ പോകുന്നു, സ്വർഗത്തിലേക്ക് എത്ര അടുക്കുന്നു. ഇതേപോലെ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള ഒരു ഇബാദത്ത് യാത്ര നടത്തുന്നതിന്. ഓരോ സെക്കൻഡും എത്ര ദൂരം യാത്ര ചെയ്യുന്നുവോ അതെല്ലാം നരകത്തിൽ നിന്ന് ദൂരെ പോകാനും സ്വർഗത്തിലേക്ക് അടുക്കാനും കാരണമായ ഒരു ഇബാദത്താണ്. അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാം, ചെറിയ അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്ന കൊച്ചുമക്കളെ ചുമരിലേന്തി സഹോദരിമാർ ഇരിക്കുന്നുണ്ട്. വളരെ ഒരു കൊച്ചുകുട്ടിയെ ഒരു സ്നേഹിതൻ പേരോട് ഉസ്താദിനെ കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി കാണിക്കാൻ കൊണ്ടുവന്നത് കണ്ടു. ചിലപ്പോഴൊക്കെ പ്രവാസികളായ നിങ്ങളോടൊപ്പം ഇങ്ങനെ ഒരു യാത്രയിൽ സംബന്ധിച്ചുകൊണ്ട് സന്തോഷം പങ്കുവെക്കുന്നതിന് ചിലപ്പോൾ പ്രായമുള്ള ഉമ്മമാരും ചുരുക്കം ഉപ്പമാരുമൊക്കെ അവരും വന്നിട്ടുണ്ടാകും. അൽഹംദുലില്ലാഹ്, എല്ലാം കൊണ്ടും ഇതൊരു നിറഞ്ഞ കുടുംബ സംഗമം ആണ്. ഈ കുടുംബ സംഗമത്തിൽ ഇൻഷാ അല്ലാഹ് പേരോട് ഉസ്താദിന്റെ വിലപ്പെട്ട ഉപദേശവും പ്രാർത്ഥനയുമാണ് നിങ്ങളുടെ പ്രതീക്ഷ. അതിനിടക്ക് എല്ലാവരും വരുന്നത് വരെ വെറുതെ ഇരിക്കണ്ടല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ പറയാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ സ്ഥാപനം സിറാജുൽ ഹുദ, സന്മാർഗത്തിന്റെ ദീപം, സന്മാർഗത്തിന്റെ വെളിച്ചം. അൽഹംദുലില്ലാഹ്, മലയാളി മുസ്ലിംകൾ ഏതെല്ലാം രാഷ്ട്രങ്ങളിൽ താമസിക്കുന്നുവോ അവിടെ എല്ലാം ഇപ്പോൾ സിറാജുൽ ഹുദ എന്നത് അറിയപ്പെടുന്നുണ്ട്. ഒരു അർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ശരീരം കൊണ്ട് ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് ഇവിടെ എത്തിയവരാണ് ബഹുഭൂരിഭാഗവും. അത് കുറഞ്ഞ കാലം കൊണ്ട്
ഈ സ്ഥാപനത്തിനുണ്ടായ വലിയ ഒരു നേട്ടമാണ്. ആ നേട്ടത്തിൻ്റെ പ്രധാന കാരണം മറ്റെല്ലാവരെക്കാളും എന്ന് പറയാം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ഇഖ്ലാസിന് അള്ളാഹു നൽകിയ അംഗീകാരം തന്നെയാണ്. ആ അംഗീകാരത്തോടു കൂടെയുള്ള ആഫിയത്ത് ദീർഘായുസോടു കൂടെ കൊടുത്ത് അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാസികളെ 2 വർഷം 3 വർഷമൊക്കെ ഗൾഫ് രാഷ്ട്രത്തിൽ താമസിച്ച് 40 ദിവസം 30 ദിവസം 2 മാസം ഇങ്ങനെയൊക്കെയുള്ള ലീവിന് വരുമ്പോൾ ഇങ്ങനെ ഒരു അവസരം ലഭിക്കുക എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിധി തന്നെയാണ്. പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് പരസ്പരം അവരുടെ സുഖദുഃഖങ്ങൾ പങ്കുവെക്കാൻ, സ്ഥാപനങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ പ്രാർത്ഥനകളിൽ ചേരാൻ, നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങളെല്ലാം അവിടെ വരുമ്പോൾ നിങ്ങളുടെ റൂമും കിടക്കുന്ന സൗകര്യങ്ങളും നിങ്ങൾ ഒരുക്കി തരുന്ന ഭക്ഷണങ്ങളും മറ്റൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളോളം ഞങ്ങളെ കൂടെ തന്നെ നടന്ന് ഓരോ കാര്യത്തിന് സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ തയ്യാറാകുന്ന നിങ്ങൾക്ക് നിങ്ങൾ ആ അധ്വാനത്തിൻ്റെ ഫലം ഇവിടെ ഈ കാണുന്ന കണ്ടോ, ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, പള്ളികൾ, മദ്രസകൾ, കോളേജുകൾ, ഇവിടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം കുട്ടികൾ, ആ കുട്ടികളെല്ലാം കൂട്ടിക്കൊണ്ടുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ കാണുമ്പോൾ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മറ്റെന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ അതിനേക്കാൾ വലിയ സമ്പാദ്യം ഞങ്ങൾ ഈ ഉസ്താദുമാർ വന്നപ്പോൾ സ്ഥാപനത്തെ സഹായിച്ചതാണ് എന്ന് നിങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുകയാണ്. വലാകിൻ യത്മഇന്ന ഖൽബി എന്ന് പറഞ്ഞല്ലോ, ആ ഇത്മഇനാനുൽ ഖൽബ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അല്ലാഹു തആല നിങ്ങളുടെ ഇതുപോലെ മറ്റു എല്ലാ പ്രവാസി സുഹൃത്തുക്കൾ എല്ലാവരുടെയും നേരത്തെ കേട്ടുവല്ലോ, നെറ്റിലൂടെ ക്ലാസ് റൂമിൽ ധാരാളം പേര് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഐഹിക ജീവിതം പാരത്രിക ലോകം സമ്പന്നമാക്കുന്ന കൃഷിയിടമാണ് എന്ന് പറഞ്ഞ ഹദീസിനെ വ്യാഖ്യാനിക്കുന്ന രൂപത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ. ഒന്ന്, ഏതൊരു കൃഷിയും അതിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, കൃഷിക്ക് വിത്തിറക്കുന്ന സമയം. 2, ആ കൃഷി വിത്തിറക്കിയത് വാടിപ്പോകാതെ ഉണങ്ങിപ്പോകാതെ നശിച്ചു പോകാതെ അതിനെ സംരക്ഷിച്ച് നിലനിർത്തുന്ന സമയം. 3, ആ കൃഷികളിൽ നല്ലപോലെ കായ്ക്കനികൾ ഉണ്ടായി അത് പറിച്ച് വിറ്റ് ലാഭം കൊയ്തെടുക്കുന്ന സമയം. ഇങ്ങനെയാണ് ഒരു കൃഷിയുടെ സ്വഭാവം. എങ്കിൽ പാരത്രിക ലോകത്തേക്കുള്ള കൃഷിയുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കൃഷിയുടെ കാലാവസ്ഥ റജബുൻ ഷഹ്റുല്ലാഹി വശഅബാനു ഷഹ്രി വറമളാനു ഷഹ്റു ഉമ്മത്തി. ഈ 3 മാസത്തെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. റജബ് കൃഷിക്ക് വിത്തിറക്കുന്ന സമയമാണ്. റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് ആഖിറത്തിലേക്കുള്ള കൃഷിയുടെ വിത്തിറക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് റജബ്. ആ വിത്ത് ഇറക്കിയത് നശിച്ചു പോകാതെ വാടിപ്പോകാതെ അത് സംരക്ഷിക്കേണ്ട സമയം അതാണ് ഷഅബാൻ. അതിൽ കായ്ക്കനികൾ പൂത്തുലഞ്ഞ് ഏറ്റവും നല്ല ലാഭത്തിന് വിൽക്കപ്പെടേണ്ടതാണ് റമളാനിന്റെ അവസാനത്തെ 10 ഒറ്റട്ട രാത്രികളെ സീസൺ മാർക്കറ്റ്. റജബ് മാസത്തിന്റെ തുടക്കം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം. ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് മിൻ സുൽബി നബിയിൻ ഇലാ സുൽബി നബിയിൻ ഹത്താ സിർതു നബിയ്യ, ഒരു നബിയിൽ നിന്ന് അടുത്ത നബിയിലേക്ക് റസൂലുള്ളാഹിയുടെ ആ പ്രകാശത്തെ ഇങ്ങനെ അള്ളാഹു കൊണ്ടുവന്നിട്ട് അത് അബ്ദുള്ള തങ്ങളിൽ നിന്ന് ആമിന ബിബിയുടെ ഗർഭാശയത്തിലേക്ക് നീങ്ങാനുള്ള തുടക്കം അത് റജബിലായിരുന്നു. ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും അള്ളാഹു കൊടുത്തിട്ടില്ലാത്ത മഹാഭാഗ്യം, അള്ളാഹുവിനോട് നേരിട്ട് അഭിമുഖ സംഭാഷണത്തിന് അവസരം കൊടുത്തു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് റജബിലായിരുന്നു. അള്ളാഹുവിനെ അംഗീകരിച്ച് വിശ്വസിക്കുന്ന അടിമകളും അംഗീകരിക്കാത്ത അടിമകളും തമ്മിൽ വേർതിരിക്കുന്ന ഇബാദത്താണ് നിസ്കാരം. അത് അള്ളാഹു നൽകിയത് റജബിലാണ്. വിത്തിറക്കാൻ ഏറ്റവും പറ്റിയ ടൈം ഇതാണെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 സംഭവങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി തന്നത് മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ നമ്മെ ഒന്നുകൂടി ഉണർത്തുന്നത് കാണാം. രണ്ടാമത്, കൃഷിയിൽ വെച്ചുകൊണ്ട് നാം ഒരു ബിസിനസ്സോ ഒരു കൃഷിയോ ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ലാഭകരമായ കൃഷിയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. ഏറ്റവും ലാഭം കിട്ടുന്നത് ഏതാണ്? എന്നാൽ ഈ ശഅബാൻ മാസത്തിലാണ് അല്ലാഹു തആല ഏറ്റവും ലാഭമുള്ള കൃഷി നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതേതായിരുന്നു? കളിയിലും കാര്യത്തിലും തമാശയിലും നടത്തത്തിലും ഇരുത്തത്തിലും ഉറക്കത്തിൽ പോലും ശുദ്ധിയിലും അശുദ്ധിയിലും കുട്ടിയും വലിയവരും വ്യത്യാസമില്ലാതെ ആര് ചൊല്ലിയാലും പ്രതിഫലം കിട്ടുന്ന ഇബാദത്താണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ആ സ്വലാത്താകുന്ന പാരത്രിക ലോകത്തേക്കുള്ള കൃഷി അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പന്നമായി നമുക്ക് നൽകിയത് ഈ ശഅബാൻ മാസത്തിലാണ്. കണ്ടോ? അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നമായ ശഅബാൻ കഴിയുമ്പോൾ റമളാനു ശരീഫ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ പ്രവാസി സംഗമത്തിൽ നാം ഒത്തുകൂടിയിരിക്കുന്നത് പാരത്രിക ലോകത്തേക്കുള്ള കൃഷി ഏറ്റവും കൂടുതൽ സമ്പന്നമാക്കി നിർത്തേണ്ട ശഅബാനിലാണ്. അതുകൊണ്ട് തന്നെ ആ പാരത്രിക കൃഷിയിലേക്ക് ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ മുമ്പിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ധാരാളമായി ക്ലാസുകളും ചർച്ചകളും കേട്ട് പരിചയം ഉള്ള എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ആശയങ്ങളിൽ 2 രൂപത്തിലുണ്ട്. ഒന്ന്, സൃഷ്ടാവും നമ്മളും നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. 2, സൃഷ്ടാവുമായി ബന്ധപ്പെട്ടത് തന്നെ സൃഷ്ടികളെ കൂടി പങ്കാളികളാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ. ഉദാഹരണത്തിന്, നോമ്പ് എടുക്കുക അള്ളാഹുമായി നേരിൽ ബന്ധപ്പെട്ട ഇബാദത്താണ്. നോമ്പ് എടുത്തവനെ തുറപ്പിക്കുക അള്ളാഹുവിന്റെ സൃഷ്ടിയെ കൂടി കൂട്ടി ചെയ്യേണ്ട ഇബാദത്താണ്. ഇങ്ങനെ രണ്ടും ചേർന്ന്, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് ചേർന്നതും അള്ളാഹുമായി നേരിൽ ബന്ധപ്പെട്ടതും രണ്ടും ചേർന്നതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന ആരാധനകൾ. നമ്മുടെ കൂട്ടത്തിൽ 2 തരം ആളുകളെ കാണാം. ചില ആളുകൾ എന്ത് ചെയ്യും? നിസ്കാരം, നോമ്പ്, ദിക്ർ, സ്വലാത്ത് ഗംഭീര, പക്ഷെ ഒരാൾക്കും ഒരു ഉപകാരം അയാൾ ചെയ്യൂല. വേറെ ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും ഉപകാരങ്ങളൊക്കെ ചെയ്യാനും വളരെ തൽപരനാണ്, പക്ഷേ ഒരു വഖത്ത് നിസ്കരിക്കാൻ അയാളെ കിട്ടൂല. ഇവർ രണ്ടിൽ സ്വർഗത്തേക്ക് പോണ ആളാരാ? നമ്മൾ തമ്മിൽ അറിയാത്ത പ്രവാസികളൊന്നുമല്ലല്ലോ. നിങ്ങളിങ്ങനെ ബേജാറായി ഇരിക്കേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങൾ മൈസറയിൽ ഏടിട്ടിയ മാതിരി ആ കൂടെ ബേജാറായിട്ട് എന്താ സംഭവിക്കുക പഠിച്ചവനെ എന്നുള്ള ആ രീതിയിൽ ഇരിക്കുമെന്നും വേണം. നമ്മൾ ലത്തീഫാജി അറിയുന്ന ആൾക്കാരല്ലേ ഒക്കെ, സൗദി മുതൽക്ക് അതായിരിക്കുന്ന സൗദിക്കാർ. അപ്പോൾ എല്ലാവരും നമ്മൾ അറിയുന്ന ആളുകൾ തന്നെയാണ്. ആരാ സ്വർഗത്തേക്ക് പോണ ആള് ഈ കൂട്ടത്തിൽ? നമ്മളങ്ങനെ ഉണ്ടാതിരുന്നുകൊണ്ട് രക്ഷപ്പെടും. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് മുഫത്തിഷ് വന്നു. മദ്രസന്ന് കുട്ടികളോട് ചോദിച്ചു, സ്കൂളിൻ്റെ 14ാമത്തെ ഫർള് ഏതാന്ന് ചോദിച്ചു. അപ്പം 2 കുഞ്ഞുങ്ങൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ ഈ പുഴയിൽ ഇറങ്ങിയിട്ട് മുങ്ങലാണ്. പിന്നെ 13, 14 നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളങ്ങനെ മുങ്ങാങ്ങളെ വിടൂല. അപ്പോൾ ഇരിക്കട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ നമുക്ക് കാണിച്ചു തന്നതാണ്. ദീൻ നമ്മുടെ മുമ്പിൽ വരച്ച് പഠിപ്പിച്ചതാണ്. ദീനിയായ ജീവിതം എങ്ങനെയെന്ന് മാതൃക കാണിച്ചതാണ്. ആ മാതൃകയിൽ 2: 1 അള്ളാഹുമായി നേരിൽ ബന്ധപ്പെട്ടത്, 2 അള്ളാഹുവിന്റെ സൃഷ്ടികളെ കൂടി കൂട്ടി ബന്ധപ്പെട്ടത്. ഇത് രണ്ടും അംഗീകരിച്ചു പോകുന്നവരാരോ അവരാണ് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ. ഒന്നെടുത്തു, ഒന്ന് ഉപേക്ഷിച്ചു, ഒന്നുപേക്ഷിച്ചു, ഒന്നെടുത്തു. ഇവർ 2 ആളും വിശ്വാസം പൂർണ്ണമായവരല്ല, അവരുടെ കർമ്മങ്ങളും പൂർണ്ണമായവരല്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾ അള്ളാഹു പറഞ്ഞ 2ഉം ചെയ്യണം. അത് വിശുദ്ധ ഖുർആൻ 3 ആയത്തുകളിലൂടെ തുടരെ പഠിപ്പിച്ചത് കാണും.
ഈ ആശയത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്ന 3 ആയത്തുകൾ നമുക്ക് കാണും. ഒന്ന്, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും വഴിപ്പെടുകയും അനുസരിക്കുകയും ചെയ്യണം. വ അത്തിഉർ റസൂൽ, നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ ഭയപ്പെടണം, വഴിപ്പെടണം, അനുസരിക്കണം. രണ്ടും വിശദീകരിക്കേണ്ടതാണ്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെയും ഒരായത്ത്. ഇനി അതേപോലെ മറ്റൊരായത്തിൽ തുടരെ നമുക്ക് കാണാം, അഖീമുസ്സലാത്ത വ ആത്തുസ് സക്കാഹ്, നിസ്കാരത്തെ നിങ്ങൾ കൃത്യമായി നിർവഹിക്കണം. വ ആത്തുസ് സക്കാഹ്, സക്കാത്തും കൊടുത്തു വീട്ടുക തന്നെ വേണം. നിസ്കാരം എന്നത് അള്ളാഹുമായി നേരിൽ ബന്ധപ്പെട്ടതാണ്. സക്കാത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളെ കൂടി കൂട്ടിയിട്ട് ചെയ്യേണ്ടതാണ്. അഖീമുസ്സലാത്ത വ ആത്തുസ് സക്കാഹ്. ഇനിയും അല്ലാഹു തആല മൂന്നാമതൊരായത്തിൽ കാണാം, അനിഷ്കുർലി വലിവാലിദൈക്. അള്ളാഹു പറയുന്നു, നിങ്ങളെ സൃഷ്ടിക്കാൻ കാരണക്കാർ, നിങ്ങളെ എല്ലാ നിലക്കും നിങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തുന്നവൻ ഞാനാണ്. പക്ഷേ അതിന് ഞാൻ കാരണമായി വെച്ചത് നിങ്ങളെ മാതാപിതാക്കളെയാണ്. അനിഷ്കുർലി, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യണം, നിങ്ങളെ മാതാപിതാക്കൾക്കും. എന്താണ് ഈ ആയത്തുകളൊക്കെ മനസ്സിലാക്കി തരുന്നത്? അള്ളാഹ്, അവന്റെ സൃഷ്ടികൾ, അള്ളാഹുവിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സൃഷ്ടികൾ എന്നതിൽ മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മറ്റ് ജീവജാലങ്ങളുണ്ട്. ഓരോന്നിനും അർഹതപ്പെട്ട രീതിയിലാണ്. അർഹതപ്പെട്ട രീതി എന്ന് പറഞ്ഞാൽ അദ്ദീനു അന്നസിഹ, ദീൻ എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടത് അർഹമായതിന് വകവെച്ചു കൊടുക്കലാണ്. ഖാലു, സ്വഹാബാക്കൾ ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, ആർക്കൊക്കെ അർഹതപ്പെട്ടത് എന്നാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന് അർഹതപ്പെട്ടത്, അമ്പിയാക്കൾക്ക് അർഹതപ്പെട്ടത്, കിതാബുകൾക്ക് അർഹതപ്പെട്ടത്, ഭരണാധികാരികൾക്ക് അർഹതപ്പെട്ടത്, ഭരണീയർക്ക് അർഹതപ്പെട്ടത്, പലതുമുണ്ട് അർഹതപ്പെട്ടത്. സാധാരണഗതിയിൽ പറഞ്ഞാൽ മാതാപിതാക്കളെ ആദരിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഗുരുനാഥന്മാരെ ബഹുമാനിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഭരണാധികാരികളെ അനുസരിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഭാര്യമാരെ സ്നേഹിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. കുട്ടികളോട് വാത്സല്യം കാണിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. അർഹമായതിന് വകവെച്ചു കൊടുക്കുക. അപ്പോൾ സൃഷ്ടികൾക്ക് അർഹമായതുണ്ട്, സൃഷ്ടാവിന് അർഹമായതുണ്ട്. അത്തിയുല്ലാഹ്, സൃഷ്ടാവിന് അർഹമായത്. അത്തിയുർ റസൂൽ, റസൂലുള്ളാഹിക്ക് അർഹതപ്പെട്ടത്. അത് ഏതെല്ലാം വിഷയങ്ങളിൽ പരന്നു കിടക്കുന്നു? ധാരാളമായി വിശദീകരിക്കാനുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് രണ്ടും ചേർന്നതാണ് ദീന്. അപ്പോൾ നിസ്കാരമുണ്ടാവണം, നോമ്പുണ്ടാവണം, അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കണം, ദാനധർമ്മങ്ങൾ വേണം. അങ്ങനെ അങ്ങോട്ട് രണ്ടും ചേർന്നതാണ് ദീൻ. ഒന്നെടുത്തു, ഒന്ന് ഉപേക്ഷിച്ചു, അത് പറ്റില്ല. രണ്ടും ചേർന്ന ജീവിതം. അപ്പൊ സ്വർഗത്തിലേക്കുള്ള യാത്ര അള്ളാഹു എളുപ്പമാക്കി തരും. അതിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെയുള്ള അള്ളാഹുമായി ബന്ധപ്പെട്ടതിൽ വിശ്വാസത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നിസ്കാരമാണെങ്കിൽ, സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമ നിൽക്കുന്നത് മാതാപിതാക്കളോടാണ്. പ്രവാസി സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങളുടെ ഈ ഒരു മാസം അല്ലെങ്കിൽ 40 ദിവസം 90 ദിവസം എത്രയായാലും ഇരിക്കട്ടെ, ആ ലീവ് കഴിയുന്നതിനിടക്ക് നിങ്ങൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ആ ലീവ് ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഏകദേശം ഒരു കാൽക്കുലേറ്റ് ചെയ്തൊരു കണക്ക് നിങ്ങളെടുക്കലുണ്ടാകും. ഈ കണക്കിൽ നിങ്ങളുടെ അകന്നതും അടുത്തതുമായ കുടുംബങ്ങളിലേക്ക് പോകാൻ എത്ര സമയം നിങ്ങൾ നീക്കിവെച്ചിട്ടുണ്ട്? നിങ്ങൾ സിറാജുദയിൽ പോകണം എന്ന് വെച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. നിങ്ങൾ മർക്കസിൽ പോകണം എന്ന് വെച്ചിട്ടുണ്ട്, നിങ്ങൾ സലാത്ത് നഗറിൽ പോകണമെന്ന് വെച്ചിട്ടുണ്ട്. താജുൽ ഉലമ തങ്ങൾക്ക് വയസ്സ് 94 ആയി നിൽക്കുകയാണ്. അപ്പൊ താജുൽ ഉലമയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാഹു തആല താജുൽ ഉലമ തങ്ങൾക്ക് AP ഉസ്താദിനൊക്കെ അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാവും. നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ അല്ലാഹു സിഹത്തും ആഫിയത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവും. അതൊക്കെ നിങ്ങളുടെ കണക്കിലുണ്ട്. നിങ്ങളുടെ അകന്നതും അടുത്തതുമായ കുടുംബങ്ങൾ. കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ 2 വിധത്തിലുണ്ട്. ഒന്ന് രക്തബന്ധത്തിൽ കുടുംബങ്ങൾ, മറ്റൊന്ന് വിവാഹബന്ധത്തിൽ കുടുംബങ്ങൾ. ഈ 2 കുടുംബങ്ങളിലേക്കൊന്ന് യാത്ര ചെയ്യാൻ നിങ്ങൾ എത്ര സമയം നീക്കി വെച്ചിട്ടുണ്ട്?
അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തും ഒരു കടമയും ഒരു കർത്തവ്യവും ആണ് എന്ന കാര്യം എന്റെ പ്രവാസി സുഹൃത്തുക്കൾ ഓർക്കണം. അതിന് ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ഒരു ചെറിയ ഒരു ഐക്യം ആ വിഷയത്തിൽ വേണം. എങ്ങനെയാണ് വേണ്ടത്? ഭർത്താവിന്റെ കുടുംബത്തിലേക്ക് പോകാൻ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് വേണം. അല്ല, നിങ്ങളെ ജ്യേഷ്ഠന്റെ അവിടെ ഒന്ന് പോകണ്ടേ? നമുക്ക് നിങ്ങളെ പെങ്ങള് പ്രസവിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് പോയി നോക്കണ്ടേ? ഭർത്താവിന്റെ കുടുംബങ്ങളിലേക്ക് പോകാൻ ഉള്ള അമിതമായ താല്പര്യവും പ്രേരണയും ആരുടെ ഭാഗത്ത് നിന്ന് വരണം? ഭാര്യയുടെ ഭാഗത്ത് നിന്ന് വരണം. ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടത് ഭാര്യ കുടുംബത്തിലേക്ക് പോകാനുള്ള പ്രേരണയാണ്. ഭാര്യയോട് ഭർത്താവ് ചോദിക്കണം, അല്ല നിന്റെ അനിയത്തെ കല്യാണം കഴിച്ചയച്ചു എന്ന് പറഞ്ഞു, നമ്മളോ കല്യാണത്തിനോ നമ്മൾ കൂടിയിട്ടില്ല, അവരെ കെട്ടിച്ച വീട്ടിലൊക്കെ നമുക്കൊന്ന് പോണ്ടേ? അവരെ കുടുംബങ്ങളിലൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാൻ പോയി നോക്കണ്ടേ? അങ്ങനെ ഭാര്യ കുടുംബത്തിലേക്ക് പോകാനുള്ള താല്പര്യം ഭർത്താവിന്റെ ഭാഗത്തു നിന്നും, ഭർത്താവിന്റെ കുടുംബത്തിലേക്ക് പോകാനുള്ള താല്പര്യം ഭാര്യയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ വരുമ്പോൾ അത് മാനസികമായ പൊരുത്തം കൂടുതൽ വർദ്ധിപ്പിക്കും. അല്ലാതെ ഭർത്താവിന്റെ കുടുംബത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ മൂപ്പത്തിയാർക്ക് അന്നില്ലാത്ത അസുഖമല്ല. കാരണം പണ്ട് ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ 1-2 പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ അക്കൂട്ടത്തിലുണ്ട്. ആ പ്രശ്നം ഗൾഫിൽ 8 കൊല്ലം 10 കൊല്ലം താമസിച്ചിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും വിട്ടുപോയിട്ടില്ലെങ്കിൽ നിങ്ങൾ സിറാജുൽ ഹുദീക്കല്ല ഏത് ഹുദീക്ക് പോയിട്ടും യാതൊരു പ്രതിഫലവും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. കുടുംബ സംഗമം എന്ന ഈ പ്രത്യേകമായ മജ്‌ലിസിൽ ഞാൻ ആ വിഷയം ഒന്ന് ഊന്നി പറയുന്നത്, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അത് കുറഞ്ഞു വരികയും അള്ളാഹുവിന്റെ ഖുർആനും ഹദീസുകളും ചരിത്രങ്ങളും നോക്കിയാൽ പ്രതിഫലങ്ങളുടെ കൂമ്പാരങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന വിഷയമാണ് കുടുംബം. അതുകൊണ്ട് പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഈ ലീവ് ദിവസങ്ങളിൽ കുടുംബങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ പ്രത്യേകമായ ദിവസങ്ങൾ നീക്കിവെക്കണം. നിങ്ങൾക്ക് അവിടെ പോകാനുണ്ട്, ഇവിടെ പോകാനുണ്ട്, ശരി, എല്ലാ സ്ഥലത്തും പോകണം. വരുന്നതിനിടയ്ക്ക് വീടിനൊരു പ്ലാൻ തയ്യാറാക്കാനുണ്ട്, തയ്യാറാക്കിയ പ്ലാൻ അങ്ങോട്ട് ചെയ്യാനുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ നാട്ടിൽ കല്യാണങ്ങളുണ്ട്, നാട്ടിലിങ്ങോട്ട് എത്തിയാൽ പിന്നെ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോക്ക്, മറ്റുള്ള പോക്ക്, ഒരുപാട് വിഷയങ്ങൾ വരും. സ്വാഭാവികമായും ഗൾഫിൽ ഫാമിലി ആയിട്ട് നിന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇവിടെ വരുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ വരും. അതൊക്കെ ശരിയാണ്. പക്ഷേ നാട്ടിൽ കല്യാണം, നിശ്ചയം, നിക്കാഹ് പോലത്തതൊന്നും ഇല്ലാത്ത ദിവസമാണ് ചൊവ്വാഴ്ച. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നിപ്പോൾ ഏതായാലും നിക്കാഹും കല്യാണമൊന്നും ഇല്ലല്ലോ, കുടുംബങ്ങളിലേക്ക് പോകാം. കുടുംബങ്ങളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു സമുറത്ത് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത്ത യൗം, ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളിലേക്ക് വന്നു. എന്നിട്ട് നബി തങ്ങൾ ഞങ്ങളോട് കിസ്സ പറയുകയാണ്, ഇന്നി റഅയ്തുൽ ബാരിഹത അജബൻ അജബ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നലെ എനിക്ക് അത്ഭുതകരമായ സംഭവങ്ങൾ കാണിച്ചു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ സ്വഹാബാക്കൾക്ക് ക്ലാസ് എടുത്തു കൊടുത്ത ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളുടെ ഓരോന്നും നബി തങ്ങൾക്ക് അല്ലാഹു തആല നേരത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ആ കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ ഓരോന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്നിരിക്കും. എന്താണ് മലക്കുകളുടെ ലോകം? മലക്കുകളുടെ ലോകം എന്ന് പറഞ്ഞാൽ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യുക എന്നാണ് മലായിക്കത്തിന്റെ ലോകം. അവർക്ക് പിന്നെ മറ്റൊന്നും ആലോചിക്കാനില്ല, വിവേകം മാത്രമേ അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് അവരോട് കൽപ്പിച്ചത് അവർ ചെയ്യും. ഉദാഹരണത്തിന് കുറ്റ്യാടിയിൽ ഒരു വീട്ടിലേക്ക് അള്ളാഹു തആല അസ്റായീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. അവിടെ വന്ന് നോക്കുമ്പോൾ ആ വീട്ടിൽ 3 ആളാണുള്ളത്. ഒന്ന് ഒരു 70 വയസ്സായ ഉമ്മാമ, അങ്ങ് പ്രായമായിട്ടുണ്ട്, കിടപ്പിലാണ്. 2 ആ ഉമ്മാമയുടെ മോള് ഒരു 30-35 വയസ്സായ പെണ്ണ്, അവളാണ് പിന്നുള്ളത്, രണ്ടാമത്തത്. 3 ആ വീട്ടിൽ 1 വയസ്സ് 1.5 വയസ്സ് തികയാത്ത ചെറിയൊരു കുട്ടി. ഈ 3 ആളുള്ള വീട്ടിലേക്ക് അസ്റായീൽ അലൈഹിസ്സലാം വന്നു നോക്കുമ്പോൾ റൂഹിനെ പിടിക്കാൻ വേണ്ടിയുള്ള ഓർഡർ ആരുടേതാണ്? ആ 30-35 വയസ്സ് തോന്നിക്കുന്ന
ആ ചെറുപ്പക്കാരിയായ പെണ്ണിനെ റൂഹ് പിടിക്കാനാണ് അള്ളാഹുവിൻ്റെ ഓർഡർ. ഇപ്പം അസ്രായേൽ ഇങ്ങനെ നോക്കി ആ വീട്ടിൽ പടച്ചോനെ ഈ വയസ്സായ അമ്മാമാനെ നോക്കുന്നത് ഈ പെണ്ണുങ്ങളാണ്, ഈ ചെറിയ കുഞ്ഞിനെ നോക്കുന്നത് ഈ പെണ്ണുങ്ങളാണ്. ഈ പെണ്ണുങ്ങളെ റൂഹം പിടിച്ച് ഞാൻ പോയാൽ ഈ രണ്ട് ജീവൻ എന്താവും? അതുകൊണ്ട് അസ്രായേൽ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ കേട്ടത് പേച്ചോ? കണ്ടു നോക്കിയാൽ ഈ വയസ്സായ ഇവരെ റൂഹാളെ പിടിക്കേണ്ടി വരും. ഞാൻ കേട്ടത് പേച്ചോ? അതല്ല, വന്നു നോക്കുമ്പോഴുള്ള രീതി അല്ലല്ലോ അവിടെ. അതല്ല, അള്ളാഹു തആല പടച്ചോൻ്റെ അടുത്തൊരു പിഴവ് സംഭവിക്കാൻ ഏതായാലും പറ്റൂല്ലല്ലോ. അസ്രായേൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കി ഇതിപ്പോൾ പിടിച്ചാൽ എന്താവും? ഈ 30-35 വയസ്സായ പെണ്ണുങ്ങളാണ് ഈ ചെറിയ കുട്ടിനെ നോക്കുന്നത്. ഓറന്നെയാണ് വലിയ പെണ്ണുങ്ങൾ വയസ്സായ ഓറയും നോക്കുന്നത്. ഈ ചെറുപ്പക്കാരത്തി പെണ്ണ് റൂഹം പിടിച്ചിട്ട് ഞാൻ പോയാൽ ആളുകൾ എന്നെ പറ്റി എന്ത് പറയും? എന്ത് അസ്രായേൽ, ഒരു കണ്ണിച്ചോരില്ലാത്ത സാധനം. അയാൾക്ക് വന്നിട്ട് ചിലപ്പോൾ ആളുകൾ പറയില്ല, അള്ള ചിലപ്പോൾ പറഞ്ഞത് ഈ 70 വയസ്സായതിൻ്റെയൊക്കെ അസ്രായേൽ പേച്ച് മറ്റേ ആളെയും കൊണ്ടുപോയെന്ന് എന്നെപ്പറ്റി ആളുകൾ എന്ത് പറയും? ഇങ്ങനെല്ലാം കൂടി അസ്രായേൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് ഏതായാലും ഇപ്പം അവിടെ നിൽക്കട്ടെ, പിന്നെ വരാം. അങ്ങനെ പോകും നിങ്ങളാരും വിചാരിക്കുന്നുണ്ട്? അസ്രായേൽ അലൈഹി ഇസ്ലാമിന് അങ്ങനെ ഒരു ദയയും വിഷയമൊക്കെ തോന്നിയെന്ന് വെക്കുക. എന്നാൽ അപ്പം ഈ സഭയിലേക്കാണ് അസ്രായേൽ റൂഹിനെ പിടിക്കാൻ വരുന്നതെന്ന് വെക്കുക. എന്നാൽ ദയ തോന്നാതെ എന്നെ പിടിച്ചോട്ടെ എന്ന് ധൈര്യമുള്ളവരെന്ന് എണീച്ചെന്നാണ്. എല്ലാവർക്കും പറയാനുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ എന്ന് തന്നെയാണ് അല്ലേ? ഇപ്പൊ കൂട്ടത്തിൽ ചെറുപ്പക്കാരനാണല്ലോ മൂപ്പര് അല്ലേ? കുറച്ച് കഴിഞ്ഞോട്ടെ എന്ന് തന്നെയല്ലേ നമ്മളെയൊക്കെ ആഗ്രഹം. ആരും അങ്ങനെ തന്നെയാണ്. അതങ്ങനെയാ എല്ലാവരും. ഇപ്പൊ ഞാൻ കേട്ടെങ്കിൽ താടിയൊക്കെ നരച്ചു തുടങ്ങി. പക്ഷേ എനിക്കത്ര പ്രായമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ 1900 കുറെ ഇപ്പുറത്താണ് ഞാൻ ജനിച്ചത്. അല്ല, അത് വേറെ സംഗതി. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അപ്പോ നമ്മൾ ആര് നോക്കിയാലും എങ്ങനെയെങ്കിലും അങ്ങനെ ഡേറ്റ് നീട്ടിക്കിട്ടാനുള്ള ഗുളിക, ഡേറ്റ് നീട്ടിക്കിട്ടാനുള്ള മരുന്ന്, അതിനുള്ള ഉഴിച്ചിലോ പിരിച്ചിലോ തറച്ചിലോ എന്തെല്ലോ ചെയ്തിട്ട് എങ്ങനെ ഡേറ്റ് നീട്ടിക്കിട്ടും അതാ നോക്കണത്. അസ്രായേൽ അലൈഹി ഇസ്ലാം വന്നിട്ട് നമ്മളെ ഒന്നിങ്ങനെ നോക്കിയിട്ട് ദയ തോന്നിയിട്ട് പോയാൽ പിടിക്കാൻ പറ്റിയ ഒരൊറ്റൊന്നിനും കാണൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്രായേൽ അലൈഹി ഇസ്ലാമിനെ ആ വീട്ടിലേക്ക് അയച്ചപ്പോൾ 70 വയസ്സായ ഒരു പെണ്ണുങ്ങൾ അവിടെ കിടക്കുന്നതിന് തീരെ സുഖമില്ല. അതിന് ഈ പെണ്ണുങ്ങളാ ഭക്ഷണം കൊടുക്കുന്നത്. 1-1.5 വയസ്സായി കുഞ്ഞുണ്ട്, ഓടിച്ചാടി നടക്കുന്ന പ്രായമായിട്ടില്ല. ആ കുഞ്ഞിനെ നോക്കുന്നില്ല. അസ്രായേൽ അലൈഹി ഇസ്ലാമിന്റെ ഓർഡർ എന്താണ്? ഈ 30 വയസ്സായ സ്ത്രീയുടെ റൂഹ് പിടിക്കണമെന്നാണ്. അസ്രായേൽ അലൈഹി ഇസ്ലാം ആ വീട്ടിൽ വന്നാൽ നേരെ വരും, നേരെ. അപ്പൊ അസ്രായേൽ അലൈഹി ഇസ്ലാം വന്നപ്പോൾ വയസ്സായ ഉമ്മാക്ക് ഈ പെണ്ണുങ്ങൾ വെള്ളം കൊടുക്കുന്നുണ്ട്, ചെറിയ കുഞ്ഞിന് ഇങ്ങോട്ട് മുല കൊടുക്കുന്നുമുണ്ട്. എന്നാൽ ആ കുഞ്ഞ് മടിയിൽ വെച്ചുകൊണ്ടും ഉമ്മയുടെ വായിലേക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അസ്രായേൽ അലൈഹി ഇസ്ലാം ആ പെണ്ണിന്റെ റൂഹ് പിടിക്കും. എന്തുകൊണ്ട്? ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു എന്താണോ കൽപ്പിച്ചത് ചെയ്യുക, അതാണ് മലായികത്തിന്റെ ജോലി. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് പിടിക്കുന്ന രംഗം എനിക്ക് കാണിച്ചു തന്നു. ആ കാണിച്ചു തന്ന കൂട്ടത്തിൽ ഒരാളെ റൂഹ് പിടിക്കാൻ വേണ്ടി മലായികത്ത് വരികയാണ്. യാ റബ്ബേ, മലക്കുകൾ വരുന്ന ഗൗരവം, അവരുടെ ഗാംഭീര്യത, അവരുടെ ഒരു പ്രത്യേക സ്വഭാവം, ആ ഗൗരവത്തിന് ഇങ്ങനെ വരികയാണ്. മരിക്കാൻ കിടക്കുന്ന ആളിങ്ങനെ കടന്നിട്ട് ബേജാറ്, സുബ്ഹാനല്ലാഹ്, അയാളെ നാവ് വായിലുണ്ട്, മിണ്ടാൻ പറ്റുന്നില്ല. അയാളെ കണ്ണ് തള്ളിയിട്ടുണ്ട്, അയാളെ നെറ്റി ആകെ വിയർക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ബേജാറായിക്കൊണ്ടാണ് അയാൾ നിൽക്കുന്നത്. റൂഹ് പിടിക്കാൻ വേണ്ടി വന്ന മലക്കിനെ കണ്ടുകൊണ്ട് ബേജാറായി വിഷമിച്ച് കിടക്കുന്ന അദ്ദേഹത്തിന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഫജാഅഹു ബിർറുൽ വാലിദൈൻ, റൂഹിനെ പിടിക്കുന്ന അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അസ്രായേൽ അലൈഹി ഇസ്ലാം വന്നപ്പോ ഇയാളിങ്ങനെ വിറവിറച്ച് കിടക്കുമ്പോൾ അയാളെ സഹായിക്കാൻ അവിടെ എത്തിയത് ജീവിതകാലത്ത് അയാൾക്ക് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്ത ഗുണം, അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ, അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ, ബിർറുൽ വാലിദൈൻ, ആ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന ഗുണം എന്ന ഇബാദത്തുണ്ടല്ലോ, അത് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്. അസ്രായേൽ വന്നിട്ടുണ്ടെങ്കിലും മോനെ പേടിക്കണ്ട, നീ ഉമ്മാന്റെ പൊരുത്തമുള്ള കുട്ടിയല്ലേ, നീ ബാപ്പാന്റെ പൊരുത്തമുള്ള മോളല്ലേ, നീ പേടിക്കണ്ട. അസ്രായേൽ അലൈഹിസ്സലാം ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന ഇബാദത്ത് ഒരാൾ കണിശമായി പാലിച്ചാൽ റൂഹ് പിടിക്കുന്ന സമയത്ത്, അസ്രായേൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുന്ന സമയം
എത്രയോ ഗൗരവം കുറഞ്ഞ്, എത്രയോ അവനെ ആശ്വസിപ്പിച്ച്, എത്രയോ സമാധാനിപ്പിച്ചുകൊണ്ടായിരിക്കും അവന്റെ റൂഹ് പിരിയുക. ഈ രംഗം എനിക്ക് അല്ലാഹു കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് നബിതങ്ങൾ ഞങ്ങളോട് പറഞ്ഞു എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു സമറത്ത് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുമായി ബന്ധപ്പെട്ട നമ്മുടെ കടമകൾ, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കാവൂ. അള്ളാഹു അല്ലാത്ത ഒരാളെയും ആരാധനയിൽ ചെറുതായും വലുതായും ചേർക്കാൻ പാടില്ല. വിഗ്രഹങ്ങളെ മുന്നിൽ വെച്ചും ചേർക്കാൻ പാടില്ല, വിഗ്രഹങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ടും ചേർക്കാൻ പാടില്ല. അള്ളാഹുവിനെ ആരാധന പാടുള്ളൂ. ഇത് കണിശമായി പഠിപ്പിച്ചിരിക്കുന്ന ഖുർആൻ പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നിന്നിൽ നിന്ന് ഗുണമേ കിട്ടാവൂ. നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നിന്നിൽ നിന്ന് സന്തോഷകരമായ മുഖം, സന്തോഷമുള്ള സംസാരം, സന്തോഷമുള്ള വർത്തമാനം, അങ്ങനെ നിന്റെ മാതാപിതാക്കളെ പൊരുത്തം വാങ്ങാൻ നിനക്ക് സാധിച്ചാൽ അതിന്റെ ഗുണം അനുഭവിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി നിനക്ക് ലഭിക്കുന്നത് നിന്റെ റൂഹ് പിടിക്കാൻ അസ്രായിൽ ഗൗരവത്തിൽ പുറപ്പെട്ടതാണ്. പക്ഷേ ഗൗരവത്തിൽ പുറപ്പെട്ടിരിക്കുന്ന അസ്രായിൽ അലൈഹിസ്സലാം അടുത്തേക്ക് എത്തുന്തോറും ഗൗരവം കുറഞ്ഞ് 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 എന്തേ കുറയാൻ? ബിർറുൽ വാലിദൈൻ. ചിലരെങ്കിലും ജനങ്ങളെ കൂട്ടത്തിൽ മാതാപിതാക്കളോടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പാകപ്പിഴവുകളോ പോരായ്മകളോ കഠിനമായ തെറ്റുകളോ സംഭവിക്കുന്നുണ്ട് എന്നത് ഞാൻ എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. ഇനിയും ഒരു കാര്യം അക്കൂട്ടത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണത്? കുടുംബം എന്ന ഒരു സംഗതി നിങ്ങളെ മക്കൾക്ക് അറിയാതെ പോകുന്നുണ്ട്. കുടുംബം എന്ന ഒരു സംഗതി മക്കൾക്ക് അറിയാതെ പോകുന്നുണ്ട്. പ്രവാസി ജീവിതത്തിൽ നിങ്ങൾ താമസിക്കുന്ന ഒരു വില്ല, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിൽ അപ്പുറത്ത് പാകിസ്ഥാനി, ഇപ്പുറത്ത് ബംഗാളി, അപ്പുറത്ത് വേറെ ഏതെങ്കിലും ആൾ, അങ്ങനെ പോയി. നിങ്ങൾ താമസിക്കുന്ന വില്ലയിൽ അപ്പുറത്ത് ഒരു പക്ഷേ മലയാളി ഒരു കുടുംബം ഉണ്ടെങ്കിൽ ഒരു തിരുവനന്തപുരക്കാരൻ, ഒരു നാദാപുരത്തുകാരൻ. നിങ്ങളെ വീട്ടിൽ വളരുന്ന നിങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളില്ലേ, ആ കുഞ്ഞുങ്ങൾക്ക് കുടുംബം എന്നതും ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഈ കാണുന്ന ഫ്ലാറ്റ് ജീവിതമാണ്. ഈ ഫ്ലാറ്റ് ജീവിതത്തിൽ അവർക്ക് അമ്മായിയെ അറിയില്ല, അവർക്ക് വല്യമ്മയെ അറിയില്ല, അവർക്ക് എളാപ്പയെ അറിയില്ല, അവർക്ക് ഇക്കാക്കയെ അറിയില്ല, അവർക്ക് അമ്മായിയെ അറിയില്ല, അവർക്ക് കുടുംബത്തിൽ ആരെയും അറിയില്ല. ഈയിടെ എനിക്കുണ്ടായ ഒരു അനുഭവം, 2 പ്രവാസി കുടുംബങ്ങൾ തമ്മിൽ നടക്കാൻ പോകുന്ന ഒരു വിവാഹ ബന്ധം. നിശ്ചയത്തിന്റെ സഭയിൽ ഇരിക്കുമ്പോൾ ഒരു പ്രായമുള്ള കാരനവർ ചോദിച്ചു, ഉസ്താദെ എന്തിനാണ് ഇപ്പോൾ ഇവിടെ കൂടിയത് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തേ നിങ്ങളങ്ങനെ ചോദിക്കാൻ കാരണം? എന്നെ ഇതിലേക്ക് വിളിച്ചിട്ട് വന്നതല്ല, ഞാൻ ഒരു സംഗതി അറിഞ്ഞിട്ട് വന്നതാണ്. എന്തേന്ന് ചോദിച്ചു. ഞാൻ കേട്ടത് നിങ്ങളിവിടെ കൂടിയത് ഈ 2 കുടുംബങ്ങൾ തമ്മിൽ അവിടുത്തെ പെൺകുട്ടിയെ ഈ കുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന നിശ്ചയത്തിന് കൂടിയതാണെന്ന്. ഇവർ തമ്മിൽ മുലകുടി ബന്ധമുള്ള കുടുംബങ്ങളാണ്, അത് എനിക്കറിയുന്ന സത്യമാണ്. അതുകൊണ്ട് ഉസ്താദെ ഇവർ തമ്മിൽ ബന്ധപ്പെടാൻ പറ്റില്ല. ഓർത്തു നോക്കണം നിങ്ങൾ. നാട്ടിലുള്ള പഴമക്കാരും പ്രായമുള്ളവരുമായി നമ്മുടെ ബന്ധം അകലുമ്പോൾ നമുക്ക് ചരിത്രം അറിയാതെ പോവുകയാണ്. ചരിത്രം എന്നത് ഒരു കാലഘട്ടത്തിന്റെ പാഠം ആണ്. ആ പാഠം നാം മനസ്സിലാക്കാതെ പോയാൽ നമുക്ക് ജീവിതത്തിൽ പല അപകടങ്ങളും സംഭവിക്കും. 1, ഒരു ചെറുപ്പക്കാരന് ഏതോ നാട്ടിൽ നിന്ന് വന്ന് മറ്റൊരു നാട്ടിൽ കല്യാണം കഴിച്ചു. ഒരു കുട്ടിയായ ശേഷം അയാൾ ആ പെണ്ണിനെ ഉപേക്ഷിച്ച് പോയി. അയാൾ വേറെ ഒരു നാട്ടിൽ പോയിട്ട് പിന്നൊരു കല്യാണം കഴിച്ചു. അവിടെ ഒരു കുട്ടി ഉണ്ടായി. ആദ്യത്തിൽ ഒരു ആൺകുട്ടി ഉണ്ടായി, മറ്റേതിൽ ഒരു പെൺകുഞ്ഞുണ്ടായി. അത് പെൺകുഞ്ഞൊക്കെ ആയ ശേഷം അവിടെയും അയാൾ വിട്ടുപോയി. ഈയിടെ ഉണ്ടായ ഒരു സംഭവം. എന്നിട്ടോ കുറെ കാലങ്ങൾ പിന്നിട്ട് പെൺകുട്ടിയെ പഠിച്ചവൾ +2-ലെത്തി, ആൺകുട്ടി പഠിച്ച് ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, കല്യാണാലോചനകളായി. ആലോചനകൾ നടക്കുന്നതിനിടയ്ക്ക് ബ്രോക്കർമാരങ്ങനെ ആലോചിച്ച് പിടിച്ച് അവർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് അവിടെ, വാപ്പ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു പോയതാണ്. അപ്പൊ ഏകദേശം കുഫു വെക്കുമ്പോൾ ഒരു ആൺകുട്ടി ഇവിടെ ഉണ്ട്, വാപ്പ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു പോയതാണ്. അന്വേഷിച്ചു, നിക്കാഹ് കഴിഞ്ഞു,
നിക്കാഹ് കഴിഞ്ഞു, അവരെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ 2 കുട്ടികൾ ജനിച്ചു. 2 കുട്ടികൾ ജനിച്ച ശേഷം ഉപേക്ഷിച്ചു പോയിരിക്കുന്ന വാപ്പ അങ്ങനെ അന്വേഷിച്ച് വരികയാണ് മക്കളെയും തേടി. അങ്ങനെ അന്വേഷിച്ച് വന്ന് നോക്കുമ്പോൾ ആദ്യം കല്യാണം കഴിച്ച വീട്ടിലെത്തി. അവിടെ ഇയാൾ വന്ന് നോക്കുമ്പോൾ അയാളെ മകൻ വലുതായിട്ടുണ്ട്, കല്യാണമൊക്കെ കഴിച്ചു, 1-2 കുട്ടികളൊക്കെ ഉണ്ട്. റാഹത്ത് അൽഹംദുലില്ലാഹ്. അവിടുന്ന് ഇയാൾ എന്ത് ചെയ്തു? പിറ്റേ ദിവസം അവിടെ നമുക്കൊരു മകളുണ്ട്, ഓളെ കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് കൂട്ടി അവിടെ ചെന്ന് നോക്കുമ്പോൾ ഏതാണ്? ഇയാളെ മകൾ തന്നെയാണിത്. ആദ്യത്തെ ആ ഭാര്യയിലെ മകളെയാണ് ഈ ഭാര്യയിലെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. നാട്ടിലുള്ള കാരണവന്മാരും പ്രായമുള്ളവരും തമ്മിലുള്ള ബന്ധങ്ങൾ നമുക്കിടയിൽ കണ്ണി അറ്റുപോകുന്നത് കൊണ്ട് ചരിത്രം അറിയാതെ പോകുന്നു. നിങ്ങൾ 8 വർഷമോ 10 വർഷമോ 20 വർഷമോ ഒക്കെ ഗൾഫ് രാജ്യത്ത് താമസിച്ച് പിന്നെ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു അന്യതാത്വം നിങ്ങൾക്ക് നിലനിൽക്കുകയാണ്. കാരണം ഉമ്മയെ പലർക്കും അറിയാം, ഉപ്പയെ പലർക്കും അറിയാം. ഈ ഉമ്മാക്കും ഉപ്പാക്കും ഗൾഫിൽ ജനിച്ചിരിക്കുന്ന ഈ കുട്ടികൾക്ക് അങ്ങോട്ട് ആരെയും അറിയില്ല, കുട്ടികളെ ആർക്കും ഇങ്ങോട്ടും അറിയില്ല. ഈ ഒരു അവസ്ഥ നമ്മുടെ കുടുംബ ബന്ധത്തെ എത്രമാത്രം താറുമാറാക്കുന്നു എന്നത് എന്റെ പ്രവാസി കുടുംബങ്ങളെ വളരെ ഗൗരവത്തിൽ നാം കാണണം. അതുകൊണ്ട് തന്നെ എപ്പോൾ ലീവിന് വന്നാലും നമ്മുടെ കുടുംബങ്ങളിലേക്ക് കുട്ടികളെ ചേർത്തുകൊണ്ടുള്ള യാത്ര മറ്റെല്ലാറ്റിനേക്കാളും വലിയ ഇബാദത്ത് യാത്രയാണ് കേട്ടോ എന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഉണർത്തുകയാണ്. 1. രണ്ടാമത്തത്, ഉമ്മമാരോട് ഞാൻ പ്രത്യേകം ഉണർത്തുന്നു, നിങ്ങളെ മടിത്തട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഉപ്പാക്ക് ഇന്ന കുടുംബങ്ങളൊക്കെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്, ഉമ്മാക്ക് ഇന്ന കുടുംബങ്ങളൊക്കെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. എങ്ങനെ? ഒരു കുട്ടിയുണ്ടായി, ഒരു പെണ്ണ്, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിങ്ങനെ 1.5-2 വയസ്സൊക്കെ ആയ സമയത്ത് രണ്ടാമതൊരു കുഞ്ഞുണ്ടാകുകയാണ്. സ്വാഭാവികമായും ചില കുട്ടികൾക്കൊക്കെ രണ്ടാമതുണ്ടായ കുഞ്ഞിനോട് ദേഷ്യ. മൂത്ത കുട്ടിക്ക് ചെറിയ കുട്ടിയോട് ദേഷ്യമാണ്. ഓനൊന്ന് ഉള്ളലും ഉമ്മാൻ്റെ അടുത്ത് കിടക്കുന്നത് കാണുമ്പോൾ ഓനെ ഉപദ്രവിക്കലും മറ്റുമൊക്കെ പല കുട്ടികളും. ഇതിന് മനഃശാസ്ത്രജ്ഞന്മാർ ഒരു ചികിത്സ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഉമ്മാക്ക് രണ്ടാമത്തെ ഗർഭമാകുമ്പോൾ ആദ്യത്തെ കുട്ടിയോട് ഉമ്മ പറഞ്ഞു കൊടുക്കണം, മോനെ നിനക്കൊരു കൊച്ചനുജൻ ജനിക്കാൻ പോകുന്നുണ്ട്, നിനക്കൊരു കുഞ്ഞു പെങ്ങൾ ജനിക്കാൻ പോകുന്നുണ്ട്. ആ കുഞ്ഞ് ജനിച്ചാൽ നിന്നെ കാക്ക എന്ന് വിളിക്കും, ആ കുഞ്ഞ് ജനിച്ചാൽ നിന്നെ ഇത്താത്ത എന്ന് വിളിക്കും എന്നിങ്ങനെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ജനിച്ച കുട്ടിക്ക് ഉമ്മ സന്തോഷ വാർത്ത കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോ ഒരു ആ പയറിങ്ങനെ തോല് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? ഉമ്മ. അപ്പൊ ആ ഉമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, ഈ പയറിന്റെ ഉള്ളിൽ കണ്ട കുരു ഇതേപോലെ ഉമ്മയുടെ വയറ്റിൽ ഒരു ചെറിയ കുഞ്ഞുണ്ടാകുന്നുണ്ട്, ആ കുഞ്ഞ് ജനിക്കും, ആ കുഞ്ഞ് നിന്നെ ഇക്കാക്ക എന്ന് വിളിക്കും, ആ കുഞ്ഞ് നിനക്ക് അപ്പോ ചെറിയ കുട്ടിയുടെ മുമ്പിൽ വലിയ കുട്ടിയുടെ മുമ്പിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഒരു ആനന്ദമായി, ഒരു സന്തോഷമായി വരണം. അങ്ങനെ വരുമ്പോൾ ഈ 2 കുഞ്ഞുങ്ങളും അവർ തമ്മിൽ സ്നേഹബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കപ്പെടും. ഇല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ കുട്ടി 1-2 വയസ്സായിരിക്കുന്ന കുട്ടി ഒരു സുപ്രഭാതത്തിൽ അവൻ കിടക്കുന്ന കിടക്കയിൽ വേറെ ഒരു കുട്ടി കിടക്കുന്നത് കാണുകയാണ്. അപ്പൊ സ്വാഭാവികമായും അവന്റെ മനസ്സിനെ മതിക്കുന്നത് എന്താണ്? അത് ഉമ്മാക്ക് വേഗം മനസ്സിലാകും പറഞ്ഞാൽ. അതേതാണ്? വാപ്പ വേറെ ഒരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് എങ്ങനെ ഉണ്ടാകും? വേറെ ഒരു കല്യാണം ഭർത്താവ് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് എങ്ങനെ ഉണ്ടാകും? ഇതേ മനസ്സ് നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ വരികയാണ്. പിന്നെ ചെറിയ കുട്ടിയെ വലിയ കുട്ടിയെ അടിക്കാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ അവനെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, അല്ലേ? ഇത് കുടുംബബന്ധം നിലനിർത്തിപ്പോരുന്നതിൽ വളരെ കൊച്ചുനാളിൽ മുലയൂട്ടുന്ന പ്രായത്തിൽ തന്നെ കുടുംബം എന്നത് വളരെ വലിയ പ്രധാനപ്പെട്ട വിഷയമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പ്രവാസി സുഹൃത്തുക്കളെ, കുടുംബങ്ങളിലേക്ക് കുടുംബമായുള്ള യാത്ര, അത് അടുത്ത കുടുംബങ്ങൾ, അകന്ന കുടുംബങ്ങൾ. ഇപ്പൊ ചില കുടുംബയാത്രകളൊക്കെ ഉണ്ട്. എന്താ? അവർക്കും നല്ല പണമുണ്ട്, ഇവർക്കും നല്ല പണമുണ്ട്, പണക്കാരങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോക്കും വരവൊക്കെ. അതിനടക്ക പാവങ്ങളുണ്ട്, അവരാരും നോക്കുന്നില്ല. ഞാൻ ഏതോ ഒരു നാട്ടിൽ ചെന്നപ്പോൾ അവിടെ അമ്മോശനും സക്കാത്ത് കൊടുക്കുന്നുണ്ട്, പുതിയാപ്പിളയും സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അമ്മോശന്റെ സക്കാത്ത് പുതിയാപ്പിളക്ക്, പുതിയാപ്പിളിന്റെ സക്കാത്ത് അമ്മോശൻ. നമ്മളെ പടച്ചോനെ പറ്റിക്കാൻ നിൽക്കരുത്. അങ്ങനെയുണ്ട്. ഗൾഫിൽ നിന്ന് ഒരു ഉസ്താദ് സക്കാത്തിനെ പറ്റി വേദം പറഞ്ഞു. സക്കാത്തിനെ പറ്റി വേദം പറഞ്ഞു നോക്കുമ്പോൾ 2.5% കൊടുക്കണം. അപ്പോൾ 1 ലക്ഷത്തിന് എത്ര കൊടുക്കണം?
2500 കൊടുക്കണം അല്ലേ? അപ്പൊ അങ്ങനെ സക്കാത്തൊക്കെ കേട്ടപ്പോൾ ഇയാൾ ഉടനെ തന്നെ ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി നാട്ടിലേക്ക് ഫോൺ ചെയ്തു. എൻ്റെ അടുത്ത് ഇവിടെ 1 ലക്ഷം ഉണ്ട്, നാട്ടിൽ 2500 കൊടുത്തേക്ക്. ഇങ്ങനെയുണ്ട്, 1 ലക്ഷം അവിടെ റിയാല്, കൊടുക്കുന്നത് ഇവിടെ 2500 ഇന്ത്യൻ ഉറുപ്പ്യ. നല്ല സക്കാത്തല്ലേ? യാ റബ്ബേ, ഏതെല്ലാം രൂപത്തിൽ നമ്മൾ അതെന്താന്ന് വെച്ചാൽ നമ്മൾ തമ്മിലുള്ള രീതി തന്നെയാണ് ഖബറിലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇന്നാൾ ആരോ തമാശയിലാണെങ്കിലും അയാൾ പറഞ്ഞു പോയി, മുങ്കർ നക്കീർ വന്നാലും ഞാൻ രക്ഷപ്പെടുന്നു. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെടല്? മുങ്കർ നക്കീറിങ് വരുന്ന വരുത്തി തന്നെ ഞാൻ അങ്ങോട്ടാണ് ചോദിക്കുക, ഇപ്പല്ലേന്ന് 2 ആൾ വന്ന് പോയത്, പിന്നെ നിങ്ങളാരായത്? അപ്പൊ ഓൽക്കന്നെ ഉണ്ടാവും ഒരു ബേജാറ്. യാ റബ്ബേ, എങ്ങനെയുണ്ട്? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചിട്ട് പ്രവാസിയല്ല പ്രയാസിയായിട്ടും കാര്യമില്ല. വേണ്ടാത്ത വിഷയങ്ങളിൽ കൂറുകൂടിയിട്ട് അതിന് കമ്പനി കൂടിയിട്ട് ആളായിട്ട് ഇങ്ങനെ നടന്നാൽ നമ്മുടെ നാട്ടിൽ 2 ആളുണ്ട്. കുഞ്ഞാലിനും 2 ആളാണ്. എല്ലാ കുലുമാലിലും പോലും 2 ആളും ഒപ്പ. ഒരു ദിവസം കുഞ്ഞാലിനങ്ങ് മരിച്ചു. ഇവൻ മരിച്ചപ്പോൾ ആളുകളെല്ലാം പറഞ്ഞതിന് ശല്യം കുറയും, മറ്റോൻ ഒറ്റക്കായല്ലോ. അങ്ങനെ മറ്റോൻ്റെ മരിച്ച ആളെ 3-ാമത്തെ ദിവസം കണ്ണൂക്കിനെല്ലാം ആൾക്കാർ കൂടുന്ന സമയത്ത് ഈ മറ്റേ കുഞ്ഞാൽവി എന്ന് പറഞ്ഞ ഓനും അങ്ങ് മരിച്ചുപോയി. മറ്റോൻ്റെ 3-ന്റെ അന്ന്. അപ്പോഴേ ആൾക്കാർ പറയാൻ തുടങ്ങി, ഓൻ എങ്ങനെയാണ് മരിക്കാണ്ടിരിക്കുക? മറ്റേ ആളോട് ഖബറിൽ എന്ത് ചോദിച്ചാലും ഓൻ പറയും സംഗതി ശരിയാണ്, മുഴുവൻ പറയുകയാണെങ്കിൽ മറ്റോനെയും കിട്ടണമെന്ന്. അങ്ങനെയാ 3-ന്റെ അന്ന് ഇപ്പം മരിച്ചത്. മാണ്ടാത്തീര് കൂറ് കൂടിയിട്ട് വെറുതെ കണ്ണൂക്കിൻ്റെ അന്ന് മരിക്കാൻ നിൽക്കണ്ട, നല്ല നിലക്ക് ജീവിച്ചോളി. അള്ളാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. ഇനി അതിന് സനതുണ്ടോയെന്ന് ചോദിക്കേണ്ടത് ആവശ്യമാകുമ്പം വേറെ പറയാം, ഇരിക്കട്ടെ. അപ്പോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഗൗരവം കുറക്കാനും റൂഹ് ശരീരത്തിൽ നിന്ന് പിരിയുന്നതിന് എളുപ്പമാർഗമാകാനും റൂഹ് പിരിയുന്ന സമയത്ത് നമുക്കൊരാശ്വാസം ലഭിക്കാനും രണ്ടിനും പറ്റിയ വിഷയം ഫജാഅഹു ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന കാര്യം അവനെ റൂഹ് പിരിയുന്ന സമയത്ത് സഹായമാണ്. 1. രണ്ടാമത്തെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുകയാണ്, റൂഹൊക്കെ പിരിഞ്ഞ് മഹ്ശറാമുറ്റത്തെത്തി. അള്ളാഹുവിൻ റസൂൽ പറയുന്നു, ഈ നബി തങ്ങൾ പറയാം, എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു. എന്താണ്? വറഅയ്തു റജുലൻ മിൻ ഉമ്മത്തി യുകല്ലിമുൽ മുഅ്മിനീന വലാ യുകല്ലിമൂനഹു. മഹ്ശർ കോർട്ടിൽ ഇങ്ങനെ വന്നപ്പോ ഒരാൾ മഹ്ശറാമുറ്റത്ത് ഇങ്ങനെ നടന്നിട്ട് എല്ലാവരോടും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും, എല്ലാവരോടും ഇയാളിങ്ങനെ സലാം ചെല്ലലും ഭയങ്കര. ആരും ഇങ്ങോട്ട് സലാം അടക്കുന്നില്ല, അയാളോട് ഒരു ലോഗ്യമില്ല. എങ്ങനെയുണ്ട് നമ്മൾ ഓർത്തു നോക്കി? നമ്മളിപ്പോൾ ഈ സഭയ്ക്ക് വന്നപ്പോൾ എൻ്റെ ഒരു കസുഖം, ആരും നമുക്ക് കൈ തരുന്നില്ല, നമ്മളൊക്കെ അലൈക്കും സലാം ഒന്നുമില്ല. നമ്മളെ വയലിച്ച് എത്ര ഉണ്ടാവും, എത്ര വിഷമിച്ചു പോകും നമ്മൾ. മഹ്ശർ കോർട്ടിൽ ഒരാളിങ്ങനെ നടക്കുന്നു, അയാൾ എല്ലാവരോടും അങ്ങോട്ട് ലോകം കാണിക്കുന്നുണ്ട്, ആരും അദ്ദേഹത്തോട് ഇങ്ങോട്ട് ലോകം ചെയ്യുന്നില്ല. ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ മഹ്ശർ മുറ്റത്ത് മുട്ടിത്തിരിയുകയാണ്. യുകല്ലിമുൽ മുഅ്മിനീന വലാ യുകല്ലിമൂനഹു, ആളുകളോടൊക്കെ അവൻ അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, ആരും ഇങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. ഇയാൾ ഏറെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആ സമയത്ത് ഫജാഅതുഹു സിലത്തുർ റഹ്മി فقالت يا معشر المؤمنين كلموه فكلموه. മഹ്ശർ കോർട്ടിൽ അതാ ഒരു പ്രഖ്യാപനം വരുന്നു. എല്ലാവരും ഇയാളെങ്ങനെ അകറ്റി നിർത്തുകയാണ്. അയാൾ മാനസികമായി ഏറെ പ്രയാസപ്പെടുകയാണ്. ആ സമയത്ത് അതാ മഹ്ശർ കോർട്ടിൽ ഒരു പ്രഖ്യാപനം വരുന്നു. എന്താണ് പ്രഖ്യാപനം വരുന്നത്? യാ മഅ്ശറൽ മുസ്ലിമീൻ, മുസ്ലിം സമൂഹമേ, മുസ്ലിം സമൂഹമേ. ആരാണ് അത് വിളിക്കുന്നത്? ഫജാഅതുഹു സിലത്തുർ റഹ്മി, കുടുംബ ബന്ധം, കുടുംബങ്ങളിലേക്ക് യാത്ര ചെയ്ത ആൾ, കുടുംബങ്ങളെ വിളിച്ച് സൽക്കാരം നടത്തിയ ആൾ, കുടുംബ ബന്ധത്തിന് വില കൽപ്പിച്ച ആൾ, അകന്നതും അടുത്തതുമായ കുടുംബ ബന്ധം നിലനിർത്തിയ ആളുള്ളല്ലോ. സിലത്തുർ റഹ്മ്, കുടുംബ ബന്ധം നിലനിർത്തുക എന്ന ഇബാദത്ത്, ആ ഇബാദത്താണ് ഉറക്കെ വിളിച്ചു പറയുന്നത്. ജനങ്ങളെ, നിങ്ങൾക്ക് സലാം ചൊല്ലുന്ന ആൾ, നിങ്ങൾക്ക് കൈതരുന്ന ആൾ, അയാളെ ഭൂമിയിൽ താമസിക്കുന്ന സമയത്ത് കുടുംബങ്ങളെ നോക്കിയ ആളാണ്, കുടുംബത്തെ സംരക്ഷിച്ച ആളാണ്, കുടുംബങ്ങളെ സ്നേഹിച്ച ആളാണ്, കുടുംബങ്ങളിലേക്ക് യാത്ര ചെയ്ത ആളാണ്, കുടുംബങ്ങളെ വിളിച്ച് സൽക്കാരം നടത്തുന്ന ആളാണ്. സിലത്തുർ റഹം, കുടുംബ ബന്ധം നിലനിർത്തിയ ആളാണ്. അതങ്ങ് കേൾക്കുമ്പോഴേക്കും മഹ്ശർ കോർട്ടിൽ സ്വാലിഹീങ്ങൾ അദ്ദേഹത്തെ വാരിപ്പുണരുകയാണ്, അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുകയാണ്, അയാൾക്ക് വലിയ അംഗീകാരം മഹ്ശറാമുറ്റത്ത് ലഭിക്കുകയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കുടുംബം അത് വളരെ പ്രധാനമാണ്. നിസ്സാരമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി
നമുക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു തർക്കത്തെ കാലാകാലം മനസ്സിൽ ഒരു കറയായി നിൽക്കുന്നത് സഹോദരനോ സഹോദരിയോ ആർക്കും നല്ലതല്ല. സ്വാഭാവികമല്ലേ, ഒരുമിച്ച് നിൽക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ അയൽവാസികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയം, അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ജ്യേഷ്ഠന്റെ ഭാര്യ, അനുജന്റെ ഭാര്യ, അതിന്റെ അനുജന്റെ ഭാര്യ, കല്യാണമൊക്കെ കഴിച്ചു വന്നപ്പോൾ നടുവിലുള്ള ജ്യേഷ്ഠന് കുറച്ചൊക്കെ കഴിവും സംഗതിയൊക്കെ ഉണ്ട്, മറ്റേ ആൾക്ക് അത്രയൊന്നുമില്ല, ഇയാൾക്ക് അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അതിന്റെ പേരിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വാഭാവികമായ അസ്വാരസ്യങ്ങൾ. ചിലപ്പോൾ നമ്മുടെ ഉമ്മ നടുവിലെ മകൻ കുറച്ചൊക്കെ കഴിവും കാര്യമൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ കൊണ്ടുവരലും ബാക്കിയുള്ളവരൊക്കെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ആളാ. അപ്പൊ അവനോടൊരു കൂടുതൽ സ്നേഹം, ആ സ്നേഹം ചിലപ്പോൾ കുറച്ച് കൂടുതൽ അവന്റെ ഭാര്യയോടും കിട്ടിയെന്ന് വന്നിരിക്കാം. അത് അന്ന് ഉമ്മയിൽ നിന്ന് വന്ന ഒരു സംഭവമാണ്. 10 കൊല്ലം പ്രവാസിയായി താമസിച്ചിട്ടും ഇപ്പോഴും മനസ്സിൽ നിന്ന് ആ വിഷമം നീങ്ങിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതെന്ത് പ്രവാസിയാണ്? നമ്മൾ അറബികളെ കുറിച്ച് കേൾക്കുന്നുണ്ട്, അവർക്ക് മനസ്സിൽ എത്ര വെറുപ്പുണ്ടായാലും പിറ്റേ ദിവസം രാവിലെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും കൈഫാലക ഹബീബി അല്ലാഹു തആല ഉംറക അല്ലാഹു യഅതിക അൽആഫിയ, 2 ദുആയും ഒരു സലാമും കൊടുത്താൽ ഓന്റെ മനസ്സിലുള്ളതൊക്കെ തീർന്ന്. ആ മനസ്സ് അവർക്കുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ അവിടെ നിലനിൽക്കുന്നത്. ഒരു പൊട്ടന്മാരായതുകൊണ്ട് നിലനിൽക്കല്ല നമ്മൾ. അത് അവർക്ക് ആ മനസ്സുള്ളത് കൊണ്ടാണ് നമ്മൾ മുഴുവനും അവിടെ നിലനിന്ന് പോരുന്നത്. പക്ഷെ നമുക്ക് ഏതോ കാലത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കറ മനസ്സിന്ന് പോണില്ല, അല്ലേ ആചാര്യ? പോണുണ്ടോ? ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുങ്ങി തൗബ ചെയ്ത് പൊരുത്തപ്പെടിപ്പിച്ച് എല്ലാം ആയി മക്കത്തെത്തി, അറഫയിൽ പോയി, മുസ്ദലിഫ കഴിഞ്ഞ് മിനയിലെത്തി,